നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരിച്ച് അതിജീവിത. ആദ്യമായിട്ടാണ് അതിജീവിത വിചാരണ കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്നതും വന്യവുമായ കാര്യങ്ങളാണ് വിചാരണ കോടതിയിൽ സംഭവിച്ചത്. തന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന് ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തനിക്ക് ലഭിച്ചെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നുമാണ് അതിജീവിത പറയുന്നത്. ഇന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ അതിജീവിത സൂചിപ്പിച്ചത്. പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്നും അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മെമ്മറി കാർഡ് 3 കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചുവെന്ന് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റും ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലെ സ്റ്റാഫും മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് അതിജീവിത രംഗത്തെത്തിയിരുന്നു. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നാണ് അതിജീവിത ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. അസമയത്തടക്കം മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി നേരത്തെ അതിജീവിതയ്ക്ക് കൈമാറിയിരുന്നു. ആ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. നേരത്തെ ഈ കേസ് പരിഗണിച്ചിരുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് 1 വർഷത്തോളം സ്വകാര്യമായ മെമ്മറി കാർഡ് കൈവശം വെച്ച് പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നു. 2018 ജില്ലാ ജഡ്ജിയുടെ PAയും സ്വന്തം ഫോണിൽ മെമ്മറി കാർഡ് ഇട്ട് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ 2022 നഷ്ടപ്പെട്ടുവെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ഇട്ടാണോ പരിശോധിച്ചെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. വിചാരണ കോടതിയിലെ ശിരസ്താറും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.